എന്നിട്ട് ആ പോക്കിൽ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിച്ചു 1985 പോയി വിവാഹം കഴിച്ചു. പിന്നീട് വരുന്നത് വൈഫ് 87 വന്നു. വന്നതിന് ശേഷം പിന്നെ വൈഫ് ഇവിടെ ജോലി ഉണ്ടായിരുന്നു? വൈഫിന് ജോലി ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇലക്ട്രിസിറ്റിയിൽ ജോലി മാത്രം. ആ ജോലി തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു? ആ ജോലി 20 വർഷം കണ്ടിന്യൂ ചെയ്തു. 20 വർഷം 95 2005 വരെ? 95 ഞാൻ ഇവിടെ 79 85 ആദ്യം പോയത് നാട്ടിൽ? 85 പോയി. 79 മുതൽ തന്നെ ഞാൻ ഇലക്ട്രിസിറ്റിയിലുണ്ട്. 99 2000 വരെ ജോലി ചെയ്തു. അതിനുശേഷമാണ് ബിസിനസിനെ കുറിച്ച് ആലോചിക്കുന്നത്? അതെ അതെ, അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ആദ്യം ഇലക്ട്രിസിറ്റിയിൽ ജോലി ചെയ്യുമ്പോൾ ഈ ഓവർ ടൈം ഒക്കെ അടക്കം ഏകദേശം ഒരു 5250 റിയാൽ ഒക്കെ ശമ്പളം വന്നത്. അന്നത്തെ ബേസ് വെച്ചത് അത്യാവശ്യമുള്ള നല്ല ശമ്പളമായിരുന്നു. അപ്പോൾ എനിക്ക് ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളൊരു ലെപ്പോഷ്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ലെപ്പോഷ് ഫ്ലാറ്റ്സ് ഒക്കെ എടുത്തപ്പോൾ എനിക്ക് ഒതുങ്ങുന്ന ഒരു രൂപത്തിൽ ഒരു 1000-600 റിയാലൊക്കെ കൊടുത്തിട്ട് ഒരു വീടൊക്കെ എടുത്ത് അതിൽ സെറ്റാക്കി. പിന്നെ അനുജന്മാരെ വിസ എടുക്കാൻ തുടങ്ങി, അളിയൻ്റെ വിസ എടുത്ത് എല്ലാവരും ഇവിടെ കൊണ്ടുവന്നു. അവർ ഒരുവിധം ഒരു അളിയൻ ഇവിടെ കൊടുന്ന ആൾ ഇവിടുന്ന് ജോലിയിൽ നിന്ന് മരിച്ചുപോയി. ഇപ്പോഴത്തെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചുപോയത്. അനിയന്മാരൊക്കെ ഉണ്ട്? അനിയന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 1991 ഇവിടെ ഇറാഖ് കുവൈത്ത് വാർ വന്നപ്പോൾ ആ സമയത്ത് പെട്രോളിൻ്റെ പൈസയൊക്കെ വളരെ കുറവായിരുന്നു. ഗവൺമെൻറ് സൂപ്പർവൈസറി ലെവലിലുള്ള ശമ്പളമൊക്കെ വിത്ത് ഓവർ ടൈം ഒരു 3300 റിയാലാക്കി കുറച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫാമിലി സർവൈവ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായി. പിന്നെ നാട്ടുകൾ പൈസ അയക്കണം, അനുജന്മാരെ വിസ എടുക്കണം, അവരെ സെറ്റിലാക്കണം, അവരവിടെ കൊണ്ടുവന്നാൽ ചിലവിന് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പൊതുവ് ഈ ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞാൽ 6 മണി മുതൽ 1 മണി വരെ ഒക്കെ ജോലിയുള്ളൂ. അത് കഴിഞ്ഞാൽ മുഴുവൻ ഫ്രീ ആണ് 20 വർഷം. അപ്പോൾ എൻ്റെ അനുജനെ കൊണ്ടുവന്നപ്പോൾ അനുജൻ പുറത്ത് നടക്കുമ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഒരു പാർട്ട് ടൈം നോക്കണമെന്ന്. കാരണം ഞാൻ പൊതുവെ പുറത്ത് പോയി അന്വേഷിക്കില്ല പാർട്ട് ടൈം. അപ്പോൾ അനുജൻ വഴി എനിക്കൊരു പാർട്ട് ടൈം കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ്. വഴിത്തിരിവ് എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങിയെന്ന് വെച്ചാൽ പ്രസ്സിൽ വർക്ക് ചെയ്യുന്ന 2 പിള്ളേർ ഗൾഫ് ടൈംസിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് അവർ പറഞ്ഞു, ഒരു ഇംഗ്ലീഷ് റൈറ്റിംഗ് റീഡിംഗ് ഒക്കെ അറിയുന്ന ഒരാളെയും കൂടി വേണം. കാരണം അവരൊരു അഡ്വർടൈസിങ് വീക്കിലി ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഈ പ്രൂഫ് റീഡിങ്, എന്തെങ്കിലും ലേഖനങ്ങൾ ചെറുതായിട്ടൊക്കെ അതിൽ എഴുതാൻ, നോക്കാനും വായിക്കാനും ഒരാൾ വേണമെന്നാണ്. അങ്ങനെ ഇവിടെ ഒരു ക്യാപ്റ്റൻ മുഹമ്മദ് എന്ന ഒരു ഖത്തറിയായിരുന്നു അങ്ങനെ ഒരു അഡ്വർടൈസിങ് വീക്കിലി ഇറക്കിയിരുന്നത്. അത് ഫ്രീ ആയിട്ട് എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്ന സാധനമായിരുന്നു. അപ്പോൾ ഞാനതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒരു 1000 റിയാൽ അല്ലെങ്കിൽ വീക്കിലി 2-3 ദിവസങ്ങളൊക്കെ ജോലി ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ നൈറ്റിലാണ് 7 o'clock തുടങ്ങി രാത്രി 9 മണി 10 മണി വരെ കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയം ഞാൻ ഇതൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഈ വീക്കിലി സപ്ലൈ എന്ന് വെച്ചാൽ, മാർക്കറ്റിൽ പോയിട്ട് ആഡ് പിടിച്ചു കൊണ്ടുവരും. അത് ഇതിലെടുക്കുമ്പോൾ നമുക്കതിന് കാശുണ്ടാവും, ആഡിൻ്റെ കാശ്. ഇത് ഫ്രീ ആയിട്ട് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഈ അറബിനോട് പറഞ്ഞ്, എനിക്ക് പുറത്ത് പോയിട്ട് നിനക്ക് മാർക്കറ്റിംഗ് കൂടി ചെയ്യണം, എന്നാൽ എനിക്ക് അതിൻ്റെ കമ്മീഷൻ തരുമോ നീ എന്ന് വെച്ചു. അപ്പോൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 25% കമ്മീഷൻ തരുമോ. അപ്പോൾ ഒരു 500 റിയാലിൻ്റെ നമ്മൾ ബിസിനസ് പിടിച്ചാൽ 125 റിയാൽ എനിക്ക് കമ്മീഷൻ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ടോട്ടൽ പാർട്ട് ടൈമിൽ തന്നെ 3000 കിട്ടാൻ തുടങ്ങി. പാർട്ട് ടൈമിൽ നിന്ന് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് ശേഷമുള്ളത്, രാത്രി വൈകുന്നേരം പോയാൽ മതി. അങ്ങനെ 6 മാസം നടത്തിയപ്പോൾ ഈ സ്പോൺസർക്കൊന്നും അല്ല, ഇതിൻ്റെ മുടക്ക് മുതൽ നടത്തിയവനൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾക്കും ഞങ്ങളുടെ സ്റ്റാഫിനൊക്കെ ഉള്ള ശമ്പളം കിട്ടുന്നുണ്ട്. ഇയാൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഇത് ക്ലോസ് ചെയ്തപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന 2 ആൾ പ്രസ്സിലാണ് ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഒരുത്തനോട് പറഞ്ഞു, നമുക്ക് ഈ ഫ്രീലാൻസ്, ഈ അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് ഒക്കെ ഈ പ്രിൻറ്റിങ്ങിൻ്റെ തുടങ്ങിയാൽ എങ്ങനെ ആയിരിക്കും. അപ്പോൾ വളരെ നല്ല ഐഡിയ ആണ് പറഞ്ഞു. കാരണം എനിക്കറിയില്ല എന്താണ് പേപ്പർ, എങ്ങനെ അത് ഉപയോഗിക്കണം, അതിൻ്റെ സൈസ് എന്താണ്, കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഡ്രൈവിങ് വണ്ടിയുണ്ട്, ലൈസൻസ് ഉണ്ട്. അവൻ്റെ അടുത്ത് അതില്ല. അവന് ഇതിനെക്കുറിച്ച് അറിയാം, പക്ഷെ അവനൊരു പ്രസ്സിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവന് പേടിയുണ്ട് പ്രത്യക്ഷമായിട്ട് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ വണ്ടിയായിട്ട് പോകും. അവൻ പറയും, ഇതാണ് ഷോപ്പ്, ഇന്ന ജോബുകൾ അവിടെ ഉണ്ടാവും, ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ട്രെയിനിങ് ആണ്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളിൽ ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്ക് കാര്യമായിട്ട് കുറച്ച് ബിസിനസ്സൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ ഇയാളാണെങ്കിൽ ഉള്ളിലേക്ക് കയറി വരില്ല. എന്നെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് ബിസിനസ് തുടങ്ങാൻ പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ഇത് വിഷമാണ്, ഞാൻ സ്വന്തം വേണമെങ്കിൽ തുടങ്ങാം, നിനക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാമെന്ന്. ഞാനങ്ങനെ സ്വന്തം തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഈ
ഒരു ബ്ലീപ്പ് ഉണ്ടായിരുന്നു, അന്ന് മൊബൈലൊന്നുമില്ല. അത് ബ്ലീപ്പിൽ ആളുകൾ വിളിക്കും, ഇപ്പോൾ നമ്മൾ അവർക്ക് ആൻസർ ചെയ്യും. അങ്ങനെ ഈ ശമ്പളമൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഏകദേശം അത് റൗണ്ട് ചെയ്ത് 12,000 റിയാൽസ് എനിക്ക് ശമ്പളത്തിൻ്റെ മേലെ കിട്ടാൻ തുടങ്ങി. 3,300 ഇലക്ട്രിസിറ്റി എന്നാകുമ്പോൾ 12,000 റിയാൽസ് ഇവിടുന്ന് കിട്ടും. അപ്പോൾ എന്നെ ജോലിയാക്കി തന്ന അനുജൻ അപ്പോൾ ഫാമിലി ഡെൻ്റൽ ക്ലിനിക് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഇവനോട് അവിടുന്ന് റിസൈൻ ചെയ്യാൻ പറയും. അന്ന് 2,500 റിയാലിട്ട് അവിടെ ശമ്പളം കൊടുത്തിരുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ വൈഫിനോട് എനിക്ക് ധൈര്യം വരുന്നില്ല ഇവൻ്റെ കൂടെ വന്നിട്ട് ജോലി ചെയ്യാൻ, ഞാൻ നല്ലൊരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്, വിസ അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ ഇവർ നല്ല ശമ്പളം തരും, പിന്നെ അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഇവൻ്റെ ഈ ഹാർഡ് റൂൾസിലൊന്നും നിൽക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൻ്റെ അവൻ്റെ ശമ്പളം ഞാൻ ബാങ്കിലിട്ട് കൊടുക്കുകയാണ്, അഡ്വാൻസ് ആയിട്ട്. അപ്പോൾ അവന് ധൈര്യം വന്നു. അപ്പോൾ അവൻ അവിടുന്ന് റിസൈൻ ചെയ്തു. അപ്പോഴേക്ക് ഞാൻ അവനെ കൊണ്ടുവന്ന സ്പോൺസർ അണ്ടറിൽ ഒരു ഓഫീസ് തുടങ്ങി, മാർക്കറ്റിംഗ് ഓഫീസ്. എന്നിട്ട് അവനവിടെ ഇരുത്തി, ഞാൻ ഇലക്ട്രിസിറ്റി തന്നെ. അപ്പോൾ എനിക്ക് ഈ ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞാൻ ഈ കിട്ടിയ ജോബൊക്കെ പിന്നെ ഈ ഒരു സ്പോൺസറെ പ്രസ് കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. എല്ലാ ജോലി കിട്ടുന്നത് എവിടെയും പോവാതെ ഇവിടെ മാത്രം കൊണ്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് എന്നോടൊരു ഇഷ്ടം തോന്നി. അതായത് രാത്രി 12 മണിക്കും 11 മണിക്കും വർക്ക് കണ്ടപ്പോൾ അയാളാണ് ഇപ്പോൾ നേരത്തെ ഇവിടെ വന്നിരുന്നപ്പോൾ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം, കുറേ കൊണ്ടുപോയപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് റിസൈൻ ചെയ്തിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമായിരുന്നു ഇലക്ട്രിസിറ്റിയിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് വന്ന് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വന്ന് റിസൈൻ ചെയ്ത് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാം, പക്ഷെ നേരെ നിൻ്റെ അണ്ടറിൽ ഞാൻ ജോലി ചെയ്യില്ലാണ്. എനിക്കൊരു പ്രത്യേക മാർക്കറ്റിംഗ് ഓഫീസ്, അത് മുഖാന്തരം ഒരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് ആയിരിക്കണം. പിന്നെ അങ്ങനെ ഞാൻ മാറുകയാണെങ്കിൽ തന്നെ എനിക്ക് സർട്ടൺ കണ്ടീഷൻസിൽ നീ ഒരു ലെറ്റർ എഴുതി എംബസിയൊക്കെ അറ്റസ്റ്റ് ചെയ്ത് തരണം എന്ന് വെച്ചാൽ ഇഷ്ടാനുസരണം അതിനടുത്ത് പുറത്തിടാൻ പറ്റില്ല എന്നും എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് പുറത്ത് പോകാമെന്നും. ഇങ്ങനെ അയാൾ നല്ല ആളായതുകൊണ്ട് അതിനൊക്കെ എഗ്രി ചെയ്ത് അയാൾ ഒക്കെ ചെയ്തു തന്നു. പക്ഷേ അന്ന് എനിക്ക് റിലീസ് കിട്ടിയില്ല, ഇവിടുന്ന് ഗവൺമെൻറ് റിലീസ് തന്നില്ല. വീണ്ടും ഒരു വർഷം ട്രൈ ചെയ്തിട്ട് എനിക്ക് റിലീസ് കിട്ടി. അങ്ങനെ ഇയാളുടെ പേരിൽ ഞാനൊരു അൽഹിക്മ പ്രിൻറ്റിങ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഓഫീസ് തുടങ്ങി. അവിടെ ഞാനും എൻ്റെ അനുജനും കൂടി വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് കുറേ മാർക്കറ്റൊക്കെ ആയപ്പോൾ ഇയാൾ ഈ സ്പോൺസർ അണ്ടറിൽ ഒരു സിക്ക് യൂണിറ്റ് ഉണ്ടായിരുന്നു ഇവിടെ, ക്വിക്ക് പ്രിൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. അത് അദ്ദേഹം പലരും കൊണ്ടുവന്ന് വെച്ചു. ജോർദാനി ഒരു മാനേജറെ വെച്ചു, പിന്നെ കുറേ ഈജിപ്ഷ്യനെ കൊടുന്നു, പിന്നെ ഇറാനിയൻസിനെ കൊടുന്നു, ഒരു ബഹ്റൈനിക്ക് അത് റെൻറ്റിന് കൊടുത്തു. അങ്ങനെ അവർ നടത്തി പോകുമ്പോൾ സ്റ്റാഫിന് ശമ്പളമില്ല, ഇയാൾ റെൻറ്റ് കൊടുക്കുന്നില്ല, പിന്നെ ഇലക്ട്രിസിറ്റി വാട്ടർ ഇതിൻ്റെ പൈസ ഒന്നും അടക്കുന്നില്ല, സ്റ്റാഫിൻ്റെ ഇക്കാമ അടിച്ചു കൊടുക്കുന്നില്ല, മൊത്തം പ്രശ്നം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ എന്തൊക്കെ ഒരു പ്ലേ നടത്തിയിട്ട് ഈ പ്രസ് ഇയാളെ കൊണ്ട് വിപ്പിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ജോലി അറിയുന്നതാണ്, എൻ്റെ അടുത്ത് മാർക്കറ്റും ഉണ്ട്, നീ എന്തിനത് പുറത്ത് വിൽക്കുന്നു, നിനക്കിപ്പോൾ 5,000 അവർ ഓഫർ ചെയ്ത റെൻറ്റ് കിട്ടുന്നില്ല, ഞാൻ 7,000 റിയാൽ തന്നിട്ട് ഏറ്റെടുത്തോളാം.